ഹലോ, ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നേക്കണത്. പൊട്ടറ്റോ എഗ് റൈസ് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ വളരെ ടേസ്റ്റിയാണ്. സ്പൈസി ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് റൈസ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ചോറും 1-2 പൊട്ടറ്റോയും ഉണ്ടെങ്കിൽ ഈ അടിപൊളി റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1-2 പൊട്ടറ്റോ എടുത്ത് കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് സ്പൈസസും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് കുറച്ച് പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ബിരിയാണി മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല നന്നായിട്ട് വഴന്നു വരണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു 2-3 മുട്ട എടുത്ത് സ്ക്രാമ്പിൾ ചെയ്ത് വെക്കാം കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. കാരണം നമുക്കിവിടെ പൊട്ടറ്റോയിലും റൈസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. മുട്ട ഇവിടെ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ പൊട്ടറ്റോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഗ്രേവി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പൊട്ടറ്റോ വേവിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് റൈസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒറ്റ ലെയറിൽ തന്നെയാണ് കേട്ടോ റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയർ ആയിട്ടൊക്കെ ചേർത്ത് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടി ചേർത്തിട്ട് ഒരു ഭംഗിക്കും ടേസ്റ്റിനൊക്കെ ആയിട്ട് കുറച്ച് സവാള പൊരിച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യൊന്നും ഒഴിക്കുന്നില്ല. ഒരു നുള്ളു മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി മസാലയോ ഗരം മസാലയോ അത് ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ട് ഇത് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിരുന്നു കേട്ടോ ചെറിയ തീയിൽ. അപ്പോൾ അത് മൂടി തുറന്ന് ഒന്ന് നോക്കി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയുന്നൊക്കെ തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.